എറണാകുളത്തെ കൂത്താട്ടുകുളം നഗരസഭയിൽ നാടകീയ രംഗങ്ങൾ അവിശ്വാസ പ്രമേയം പരിഗണിക്കാനിരിക്കെ CPM കൗൺസിലർ കലാരാജുവിനെ കടത്തിക്കൊണ്ടുപോയെന്ന ആരോപണവുമായി UDF രംഗത്ത് വന്നു. അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്യാനാണ് കല എത്തിയതെന്ന് UDF അംഗങ്ങൾ ആരോപിക്കുന്നു. LDF ഭരണസമിതിക്കെതിരെയാണ് UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. സിജോ വി ജോൺ വിശദാംശങ്ങൾ നൽകും. സിജോ, എന്താണ് അവിടെ നടക്കുന്നത്? ഈ കല UDFന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന് എന്ത് ഉറപ്പാണ് UDFനുണ്ടായിരുന്നത്? CPM ഏത് തരത്തിലുള്ള നീക്കത്തിലേക്കാണ് കടന്നത്? ഈ കലാരാജു UDFന് അനുകൂലമായി വോട്ട് ചെയ്യുമെന്ന് കൃത്യമായ ഉറപ്പ് UDF ഭരണസമിതിക്ക് UDF അംഗങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇവർ UDF അംഗങ്ങളുടെ കൂടെ തന്നെയാണ് ഒരേ വാഹനത്തിൽ ആ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തിരുന്നത്. അവിശ്വാസ പ്രമേയം 11 മണിക്കാണ് പരിഗണിക്കാനിരുന്നത്. ആ പരിഗണിക്കുന്നതിന് തൊട്ട് മുന്നേ ഈ UDF കൗൺസിലർമാർ കൂടെ വാഹനത്തിൽ അവരെത്തുന്നു. അവർ ആ വാഹനത്തിൽ കടന്നു വരുന്നതിനിടെയാണ് ചില CPM നേതാക്കൾ ഇവരെ ബലമായി പിടിച്ചുകൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരുന്നത്. ഈ കൂടെ ഉണ്ടായിരുന്ന UDF കൗൺസിലർമാർ അത് തടയുകയും ചെയ്തിരുന്നു. അവരെ തള്ളി മാറ്റിയതിനു ശേഷമാണ് കലാരാജുവിനെ CPMന്റെ പ്രാദേശിക നേതാക്കൾ, ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കൾ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുപോയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏകദേശം 50-ലധികം പോലീസുകാർ അവിടെയുണ്ട്. ആ പോലീസുകാരുടെ നോക്കി നിൽക്കുകയാണ് ഇങ്ങനെ ഒരു കൗൺസിലറെ അവിടെ നിന്ന് ബലമായി പിടിച്ചുകൊണ്ടുപോയത് എന്നാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നേരത്തെ ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു, ഇത്തരത്തിൽ അവിശ്വാസ പ്രമേയം വരുമ്പോൾ ആവശ്യത്തിന് പോലീസിന്റെ സുരക്ഷ വേണമെന്ന് പറയുന്നത്. 50-ലധികം പോലീസുകാർ അവിടെയുണ്ട്. പക്ഷെ ഇവരെ തടയാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ആ ഒരു ആരോപണമാണ് ഇപ്പോൾ UDF അംഗങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നത്. ഈ പോലീസിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുന്നു. ഇപ്പോൾ കൂത്താട്ടുകുളം പോലീസ് സ്റ്റേഷൻ UDF അംഗങ്ങൾ ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവർക്ക് അനുകൂലമായ LDFന് അനുകൂലമായ ഒരു തീരുമാനം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അവർ നോക്കി നിൽക്കുകയായിരുന്നു എന്നുള്ള ഒരു ആരോപണമാണ് ഇപ്പോൾ പറയുന്നത്. നമ്മൾ ഇതിന്റെ ഒരു ഭരണസമിതിയുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ LDFന് 13 അംഗങ്ങളാണ് ഉള്ളത്, UDFന് 11 അംഗങ്ങളുണ്ട്, ഒരു സ്വതന്ത്ര അംഗങ്ങൾ കൂടിയാണുള്ളത്. സ്വാഭാവികമായും ഒരു LDF കൗൺസിലർ UDFിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 12-12 എത്തുകയും ചെയ്യും. മാത്രമല്ല സ്വതന്ത്രയ്ക്ക് ഉൾപ്പെടെ പിന്തുണ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ ഈ ഭരണസമിതിയെ പുറത്താക്കാവുന്ന ഒരു കാൽക്കുലേഷനാണ് UDFനുണ്ടായിരുന്നത്. അതാണ് ഇപ്പോൾ ഈ നാടകീയമായ രംഗങ്ങൾക്കൊടുവിൽ തകർന്നിരിക്കുന്നത്. എന്തായാലും ഈ അവിശ്വാസ പ്രമേയം ഇന്നെന്തായാലും ഉണ്ടാവില്ല. അവർ അതിൽ നിന്ന് ഇന്ന് കടത്തിക്കൊണ്ടുപോയൊരു സാഹചര്യത്തിൽ പ്രമേയം ചർച്ചയ്ക്ക് എടുക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരം നടപടികളിലേക്ക് പോകുന്നില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പോലീസിനെതിരെ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം. എന്തായാലും ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രമേയം നൽകി ഈ ഭരണസമിതിയെ താഴെ ഇറക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് UDF തീരുമാനിച്ചിരിക്കുന്നത്. ശരി സിജോ.